ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും ചായപൊടിയൊക്കെ കഴിഞ്ഞോ? ഞങ്ങൾ ചായപൊടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ ജോലിക്ക് എന്നെക്കൊണ്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇന്ന് സ്കൂളിൽ 1 തൊട്ട് 4 വരെയുള്ളവർക്ക് ഓണപ്പരിപാടിയും സദ്യയും ഒക്കെയാണ്. 29-ാം തീയതിയാണ് 5 തൊട്ട് 10 വരെയുള്ളവർക്ക്. നമ്മളിവിടുന്ന് കുറച്ച് ഇലയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മാർക്കാണ് ഇലയിൽ സദ്യ കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പ്ലേറ്റിൽ തന്നെ കൊടുക്കുവാണ്. കുഞ്ഞുങ്ങൾക്ക് ഇലയിൽ കൊടുത്ത കൊച്ചു കുട്ടികളല്ലേ, അതുകൊണ്ട് അപ്പം അതിനുള്ള ഇല ടീച്ചർമാർക്കൊക്കെ ഉള്ള ഇലയൊക്കെ ഞാൻ കൊണ്ടുപോകാം. ചേച്ചിയോട് പറഞ്ഞ് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോണിനകത്തെന്തോ കുഴപ്പം വരുന്നത്. അങ്ങനെ ഇലയൊക്കെ എടുത്ത് ഇനി പോവാം. ഇനി ചേച്ചിയുടെയൊക്കെ അവിടെ ചെന്ന് അവിടുന്ന് കുറേ സാധനങ്ങളുണ്ട്, അതിലവിടെ കൊണ്ടുവേണം പോകാൻ. അപ്പം അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഞാൻ രാവിലെ ചേച്ചിയുടെയൊക്കെ വീടിൻ്റെ അവിടെ മേളിൽ റോഡിൽ ചെന്ന് നിന്നു. പിന്നെ അവിടെ നിന്ന് താപ്പോട്ട് ഇറങ്ങിപ്പോകണം, അങ്ങോട്ട് വണ്ടി ഇറങ്ങത്തില്ല. ഞാൻ വണ്ടി അവിടെ വെച്ചിട്ടാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. ഇത് ചന്ദനപ്പള്ളിയിലോട്ട് പോകുന്ന റോഡാണ്. വണ്ടി ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ താഴെ ഇറങ്ങിപ്പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാനങ്ങ് പോയി. അങ്ങനെ ഞാൻ നമ്മുടെ സ്കൂളിലെത്തി. സ്കൂളിൽ 2 ദിവസം ചെല്ലാനൊരു ഇച്ചിരി മുറ്റം തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നേരെ വൈകിട്ട് നമ്മുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഇവിടെ ചോറ് വെക്കണമായിരുന്നു. അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ടു. ഇനി നമ്മൾ അരി അടുപ്പത്തിട്ടേക്കുന്നു. നമ്മൾ റേഷൻ കടയിൽ പോവാണേ. അപ്പോൾ ചോറവിടെ ഇരുന്ന് വെന്തോളും. വെള്ളേരിയ താക്കോല് തീയിലിട്ടിച്ച് ഞാനും ഏട്ടനും കൊണ്ടാണേ പോകുന്നത്. ഏട്ടൻ എന്ത് ചെയ്യും? ഇതെന്ത് പുറേ നിൽക്കുവാന്ന്. നിങ്ങൾ വീച്ചോ. മോള് 2-3 ചെടി പറിച്ച് വെച്ചിട്ട് ഞാൻ കണ്ടില്ല കൂട്ടുകാർ. കണ്ട് ഞാൻ പിന്നെ ഇന്നത് കൊണ്ടുവന്ന് ഇവിടെ എല്ലാം നട്ട്. ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ വരുന്ന വഴിക്കേ ഇങ്ങനെ നട്ട്. എന്തുവാ അങ്ങനെ ഇനി റേഷൻ കടയിൽ പോകാനൊക്കെ കൊണ്ടിറങ്ങി. മോള് ഡാൻസിന് പ്രാക്ടീസിന് അവൾ ഹോസ്പിറ്റലിൽ പോയേക്കാം. ഇന്ന് അവൾക്ക് ഓഫായിരുന്നേ. പക്ഷെ അവളിന്ന് അങ്ങോട്ട് പോയേക്കുക. ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവളോട് പറയണം ഇങ്ങോട്ട് ഇറങ്ങി വരാം. അങ്ങനെ അവളെയും കൊണ്ട് വേണം തിരിച്ചു വരാൻ. അപ്പോൾ ഏട്ടൻ മോളെ വിളിച്ച് പറയാൻ ഇറങ്ങാനെന്ന്. എന്നിട്ട് വേറെ എന്തുവാ പറയാൻ വന്നേ. ഏട്ടനും ഇന്ന് നേരത്തെ ജോലി കഴിഞ്ഞായിരുന്നേ. പിന്നെ വേറെ എന്താ. അപ്പോൾ ഞാൻ ഇന്ന് ഇച്ചിരി താമസിച്ചാണ് സ്കൂളിൽ നിന്ന് വന്നേ. സ്കൂളിലെ കൊച്ചു പിള്ളേർക്കൊക്കെ ഇന്ന് ഓണസദ്യയൊക്കെ ആയിരുന്നു. ഇച്ചിരി താമസം വന്നു. കൊച്ചു പിള്ളേരെ കൊണ്ടുവിടുന്ന സ്കൂൾ ബസ്സിലെ ചേച്ചിമാർക്ക് പിള്ളേരെ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് ആഹാരം മതിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർ വെപ്രാളം പിടിച്ച് കഴിക്കുമ്പോൾ ഒരിതില്ല. അതുകൊണ്ട് അവരെല്ലാം സമാധാനത്തിൽ 1 മണിക്ക് കൊണ്ടുവിട്ട് അമ്മച്ച് വന്നിട്ട് മതിയെന്ന് പറഞ്ഞു. പിന്നെ അവർ വന്നപ്പോൾ 2:45 കഴിഞ്ഞു. അങ്ങനെ അവരെല്ലാം വന്ന് അവരെല്ലാം ആഹാരം കഴിച്ച് കഴിഞ്ഞാണ് എല്ലാം കഴുകി പറക്കി വെച്ചിട്ട് ഞാനും ചേച്ചിയും പോകുന്നത്. അയ്യോ, പിന്നെ എന്നും ഇങ്ങനെ നടക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഉള്ളോ അന്ന് കമൻറ്റിലോട് ചോദിച്ചു. എന്നും ഇങ്ങനെ നടക്കുന്നതും വീട്ടിലെ ജോലിയും ഒക്കെ ഉള്ളൂ വീഡിയോ ആയിട്ട് നമുക്ക് ഇടാനുള്ളത്. റേഷൻ കടയിൽ പോവാം, വേറൊന്നും ഇല്ല. പിന്നെ അത്തപ്പൂക്കളം ഇടുന്നതിൻ്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ 7 കഴിഞ്ഞപ്പോൾ ഞാൻ പെരിങ്ങനാട് പണി ചെയ്യുന്നിടത്ത് ചെന്നു. ഇതിനിടയ്ക്ക് ഞാൻ എപ്പോൾ അത്ത വിടുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റും? ഞാൻ അത്ത വിടുന്നില്ല. ഇന്നലെ മോളായിട്ടത്. പിന്നെ ഇന്ന് രാവിലെ അപ്പോഴും അവൾ തന്നെ ഇട്ട്. എനിക്ക് സ്കൂളിൽ പോകണ്ടായിരുന്നു. അപ്പം നമ്മൾ അത്ത വിട്ടുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുമല്ല. നമ്മൾ വീട്ടിലെ ജോലികൾ ഒരുവിധം ഒതുക്കിയിട്ടാണ് രാവിലെ ജോലിക്ക് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് അത്ത ഇട്ടുകൊണ്ടിരിക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് അത്ത വിടുന്ന വീഡിയോ എടുക്കാം. തയ്യാ മുളവ്. അപ്പോൾ പറഞ്ഞു വന്നത്
നമുക്ക് തിരുവോണത്തിൻ്റെ അന്നേ നമ്മൾ സമാധാനമായിട്ട് വീട്ടിലിരിക്കുന്നുള്ള അത്തവിടാൻ. പിന്നെ ഇതിനിടയ്ക്ക് ചിലപ്പം തിങ്കളാഴ്ച തൊട്ട് എനിക്ക് ജോലി ഇല്ലെന്നാണ് തോന്നുന്നത്. ഞായറാഴ്ച വരെയാണ് ജോലി പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ തിങ്കളാഴ്ച ജോലി ഇല്ല എങ്കിൽ തിങ്കളാഴ്ച അത്തവിടുന്നതിൻ്റെ വീഡിയോ എടുക്കാം. നമ്മൾ വീട്ടിലിരിക്കുന്നില്ല, അത്ത ഇട്ടുകൊണ്ടൊക്കെ ഓടുക, ജോലിക്ക് പോകണ്ടേ, അതുകൊണ്ട് ജോലി ഇല്ലാത്തപ്പോൾ ഇടാം. ഇല്ലെങ്കിൽ നമ്മൾ തിരുവോണത്തിന് നമ്മൾ വീട്ടിലിരിക്കുവാണല്ലോ, അപ്പം നമ്മൾ അത്ത ഇടാം. അയ്യോ, പിന്നെ എൻ്റെ സുപ്പുക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നും ഓരോരോ വീടുകളാണല്ലോ, ഇതൊന്നും വീടുകളില്ല സുപ്പുക്കുട്ടി. പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നു, ഇഷ്ടം പോലെ വീടുകളായിരുന്നു. ഒരു ദിവസം 3 വീടുകളിൽ വരെ പോകുമായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ വീട് കിട്ടാഴിയല്ല, എനിക്ക് കൈ വയ്യാത്തതുകൊണ്ട് ഞാൻ പണി കളഞ്ഞതാണ്. പിന്നെ ഇപ്പം നമ്മൾ 2-3 വീട് ഒഴിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മളവിടെ പോകുന്നത്. മറ്റുള്ള വീടും നമുക്ക് ഒഴിയാൻ പറ്റാത്ത വീടുകളാണ്, കഷ്ടപ്പാട്. 2 നില വീടൊന്നും നമുക്ക് പറ്റില്ല, 1 നില വീട് കഷ്ടപ്പാട് കുറഞ്ഞത് അത്രയൊക്കെ. അപ്പം അങ്ങനെ കൂട്ടുകാർ കമൻറ്റിലൂടെ ഓരോന്നൊക്കെ എന്നോട് ചോദിക്കണം കേട്ടോ, അപ്പം ഞാൻ പറയാം. കമൽ കയറി കുരുങ്ങിയിരിക്കുന്നില്ല. അപ്പം ഞങ്ങളിനി റേഷൻ കടയിൽ പോയിട്ട് വരട്ടെ കൂട്ടുകാരെ, സന്ധ്യയായി. ഭയങ്കര ക്ഷീണം, ഭയങ്കര മടിയാണ് എനിക്കൊന്ന്. റേഷൻ കടയിൽ പോവുകയും വേണം, പോയിട്ട് വരട്ടെ. റേഷൻ കടയിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയി. ഏട്ടൻ്റെ പെങ്ങളുടെ ഇളയ മോൻ്റെ പിറന്നാളായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. എന്താടാ വീഡിയോ വെച്ചോട്ടാ. അങ്ങനെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾ അത്താഴം കഴിക്കാനിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരേ.